ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ്. അതിപ്പോൾ ആരായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ ചൂട് കാലത്ത് സ്ഥാനാർത്ഥികൾ പക്ഷെ പലരും ഈ ആരോഗ്യത്തെക്കുറിച്ച് അങ്ങനെ വലിയ രീതിയിൽ ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുണ്ട്, ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പേ കെ സുധാകരൻ അദ്ദേഹം ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങി. ഈ ആരോഗ്യം വളരെ പ്രധാനമാണ്. അങ്ങനെയാണ്, ആരോഗ്യമാണ് എൻ്റെ നമ്പർ 1 പ്രിഫറൻസ്. ഈ രാഷ്ട്രീയ തിരക്കിനിടയിൽ ഇതിനൊക്കെ സമയം എങ്ങനെയാണ് സമയം കിട്ടുക? അത് മാനേജ് ചെയ്യലാന്ന്. അതൊരു ആവശ്യക്കാരന് അങ്ങനൊരു ബോധമുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാം. എനിക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യായാമം മസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ നമുക്ക് ചെയ്യാൻ സമയം കിട്ടും? എനിക്കൊരു മണിക്കൂർ. ഈ ചെറുപ്പം തൊട്ടേ ഈ ആരോഗ്യത്തിൽ ഇതാണ് കൺസേൺ ആണ്. ഞാൻ 10-15 വയസ്സ് മുതൽ വ്യായാമത്തിൽ വളരെ കൺസേണാണ്. 15-16 വയസ്സിലൊക്കെ ഞാൻ കളരിയിലായിരുന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയർ എനിക്കിവിടെ നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുമൊക്കെ ഒരു കളരിക്കുരുക്കളായിരുന്നു. രാഷ്ട്രീയക്കാർ വീട്ടിലൊക്കെ ജിമ്മ് വളരെ കുറവാണ്. അപ്പോൾ വീട്ടിൽ ജിമ്മ് തന്നെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങളുടെ തീരുമാനത്തിലേക്ക്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തു വരാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ വീട്ടിൽ കിട്ടിയാൽ വീട്ടിൽ ഇറങ്ങി എഴുന്നേറ്റ് അപ്പം തന്നെ ഒരു മണിക്കൂർ കളിക്കാം. പുറത്തേടെയും പോകാമെന്ന് പറയുമ്പം ആ സമയം വേസ്റ്റാവും, നമുക്ക് പിന്നെ കളിക്കാൻ കഴിയില്ല. ഇവിടെ കളിക്കൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഒരു ജീവിതചര്യ നമ്മൾ റെഡിയാക്കിയതാണ്. ഇത് ട്രെയിനർ വല്ലതും ഉണ്ടോ? അതോ ട്രെയിനിങ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ അതിൻ്റെ ആവശ്യമില്ല. ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കാൻ, ആരോഗ്യത്തെക്കുറിച്ച് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ കെ സുധാകരൻ? ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം? അതെ, നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ആരോഗ്യപരമായ ചിന്തകൾ മനസ്സിൽ വരുമോ? ഈ ബ്രണ്ണൻ കോളേജിലാണ് അങ്ങ് പഠിച്ചത് അല്ലേ? അവിടെ കുറേ അല്ലേ കോളേജ് സമയത്തൊക്കെ അങ്ങനെ പല അനുഭവങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നലെ ആ കോളേജിൽ വീണ്ടും പോയപ്പോൾ അതെല്ലാം ഒരു തിരമാല പോലെ എൻ്റെ മനസ്സിൽ കടന്നു വന്നതാണ്. അത് കുറേ ഉണ്ട്, ഈ ഇത്ര പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ പിണറായി വിജയനുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോയാൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു, ഞാനും വിദ്യാർത്ഥിയായിരുന്നു. സ്വാഭാവികം. അത് നമ്മൾ നോ കോംപ്രമൈസ് ആണ് അല്ലേ? അതെ, എല്ലാം എവിടെയും എൻ്റെ പോളിറ്റിക്സ്, രാഷ്ട്രീയ എതിരാളികളോട് നോ കോംപ്രമൈസ്, അതാണ്. അപ്പോൾ അതാണ് കെ സുധാകരൻ. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും നോ കോംപ്രമൈസ് എന്നതാണ് KPCC പ്രസിഡന്റിൻ്റെ നിലപാട്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി.